2005 മുതൽ 12 വർഷക്കാലം ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു സീതാറാം യെച്ചൂരി. ആ കാലഘട്ടത്തിലാണ് മികച്ച പാർലമെന്റേറിയനായ സീതാറാം യെച്ചൂരി പേരെടുത്തത്. ഉണ്ണി ബാലകൃഷ്ണൻ, അങ്ങേക്ക് അങ്ങയുടെ ദില്ലി കാലഘട്ടത്തിൽ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിൽ ഒന്നായിരിക്കുമല്ലോ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. നോക്കൂ, CPIM ആദ്യമുണ്ടായിരുന്ന ശക്തിയൊക്കെ ക്ഷയിച്ച് ദുർബല കക്ഷിയായി പാർലമെന്റിൽ ഇരിക്കുമ്പോഴും സീതാറാം യെച്ചൂരി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോഴുള്ള മുഹൂർത്തം അങ്ങേക്ക് ഇപ്പോഴും ഓർമ്മ കാണുമല്ലോ. അതായത് ചരിത്രവും രാഷ്ട്രീയവും സാമ്പത്തിക ശാസ്ത്രവും എന്ന് വേണ്ട എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മണിക്കൂറുകൾ പ്രസംഗിക്കാനും മടിയില്ലാത്ത ഒരു നേതാവ്. ആ പ്രസംഗം എല്ലാവരും കാതോർത്ത് ശ്രദ്ധിക്കുന്ന പ്രസംഗങ്ങൾ, അതുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. അത് പാർലമെന്ററി രംഗത്ത് അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ? മികച്ച പ്രഭാഷകനായിരുന്നു സീതാറാം യെച്ചൂരി എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? സീതാറാം യെച്ചൂരി ഒരു പ്രഭാഷകൻ എന്ന നിലയ്ക്ക് അങ്ങേയറ്റം ശോഭിച്ചിട്ടുള്ളത് രാജ്യസഭയിൽ കൂടിയാണ്. അത് നേരിട്ട് കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാലോ, സോമനാഥ് ചാറ്റർജിയെ പോലെ തലയെടുപ്പുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു CPM പാർലമെൻറ്റിൽ. അത് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ പ്രസംഗം കൊണ്ട് മുഴുവൻ അംഗങ്ങളെയും പിടിച്ചിരുത്തി അവരുടെ ശ്രദ്ധ നേടി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ, അല്ലെങ്കിൽ വാദമുഖങ്ങൾ സമർത്ഥിക്കുന്നതിൽ സീതാറാം യെച്ചൂരിയെ പോലെ മറ്റൊരു പ്രസംഗകൻ പിന്നീട് രാജ്യസഭയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നീട് ബൃന്ദ കാരട്ട്, ഓഫ് കോഴ്സ്, അതുപോലെ തന്നെ മുഹമ്മദ് സലീം ബംഗാളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ചില നേതാക്കളാണ് യഥാർത്ഥത്തിൽ CPM ശക്തമായ ശബ്ദമായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ശബ്ദമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ശബ്ദം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് ഏറ്റവും ശക്തരായ എതിരാളികളായ BJP പോലും സീതാറാം യെച്ചൂരി പ്രസംഗിക്കുമ്പോൾ അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ള നേതാക്കളൊക്കെ സൂക്ഷ്മതയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ മിക്കവാറും ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പറയുന്ന രാഷ്ട്രീയം എന്തു തന്നെയായാലും ആ പറയുന്ന രീതി, പറയുന്ന വാദമുഖങ്ങൾ, ഇതൊക്കെ കൊണ്ട് എതിരാളികളെപ്പോലും തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രഭാഷണ പാടവം നിശ്ചയമായും സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അറിവുമായിട്ട്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലും അതേപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രമാണെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ പഠിക്കുന്നൊരു രീതി യെച്ചൂരിക്കുണ്ട്. യെച്ചൂരിയുടെ ലേഖനങ്ങളിലും നമുക്കത് കാണാം. എന്ന് മാത്രമല്ല, ഞാൻ എപ്പോഴും യെച്ചൂരിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഒരു കടുംപിടുത്തക്കാരനെ നമുക്ക് ഒരിക്കലും യെച്ചൂരിയിൽ കാണാൻ കഴിയില്ല. യെച്ചൂരി വളരെ ലിബറലാണ് എന്ന് ഞാൻ പറയുന്നത് ആശയരംഗത്ത് മാത്രമല്ല, അതേസമയം വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം വളരെ ലിബറലാണ്. നമുക്കിപ്പോൾ AKG ഭവനിൽ പോയി കഴിഞ്ഞാൽ ഏത് സമയത്തും യെച്ചൂരി അവൈലബിൾ ആണ്. നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യത്തിനും മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാണ്. നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഒരു അഭിമുഖത്തിന് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഒരു വിഷമവും കൂടാതെ മറുപടി പറയുകയും തൻ്റെ വാദം സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ വ്യക്തിപരമായി നല്ല സൗഹാർദ്ദം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുമായും സൂക്ഷിക്കുന്ന ഒരാളാണ്. യെച്ചൂരിയെ നമ്മളൊരു നല്ല സുഹൃത്തായിട്ട് കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ AKG സെൻറ്ററിലൊക്കെ പോകുമ്പോൾ, AKG ഭവനിൽ പോകുമ്പോൾ നമ്മൾ അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെല്ലാം നല്ല സൗഹൃദത്തിലാണ്. അത് അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്നായിരിക്കില്ല ഒരിക്കലും കൂടിക്കാഴ്ച. അദ്ദേഹം ആ വരാന്തയിലൂടെ നമ്മളോട് നടക്കും. താങ്കൾക്കറിയാമല്ലോ, AKG ഭവൻ്റെ മുമ്പിലുള്ള പുൽത്തകടി എന്ന് പറയുന്ന ആ പുൽത്തകടിയിൽ വന്നിട്ടാണ്, നമുക്കിപ്പോൾ പറയുന്നതിനകത്ത് തടസ്സമൊന്നുമില്ല. അദ്ദേഹം ഒരു ഹെവി സ്മോക്കറായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് അതിന് കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ സംഭാഷണങ്ങളൊക്കെ നടത്താൻ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ ആ വരാന്തയിലോ അല്ലെങ്കിൽ ആ പുൽത്തകടിയിലോ ഒക്കെ നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുക. അപ്പോൾ വളരെ നന്നായിട്ട് സൗഹൃദത്തോടുകൂടി, അത് മാധ്യമപ്രവർത്തകരോട് മാത്രമല്ല. എന്നാൽ ഒരു കാര്യം പറയേണ്ടതുണ്ട്, കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് ഒരു പ്രത്യേകമായ ഇഷ്ടം യെച്ചൂരിക്ക് എപ്പോഴും ഉണ്ടായിരുന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം ഒരുപക്ഷേ കേരളത്തിൽ വളരെ ശക്തമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കേരളത്തിൽ എത്തിക്കണമെങ്കിൽ മലയാള മാധ്യമപ്രവർത്തകരുമായി ഒരു ബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നല്ല ബന്ധം മലയാളി പത്രപ്രവർത്തകരുമായും ബംഗാളി പത്രപ്രവർത്തകരുമായിട്ടും മാധ്യമപ്രവർത്തകരുമായിട്ടും അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വ്യക്തി എന്ന നിലയ്ക്ക് വലിയ സ്വാധീനം നമ്മൾ ഉണ്ടാക്കുന്നൊരു നേതാവാണ് സീതാറാം യെച്ചൂരി. നമുക്കൊരു 5 മിനിറ്റ് അദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നമ്മളെ വിട്ടുപോകില്ല. നമ്മുടെ മനസ്സിലെപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ടാകും. ആ അർത്ഥത്തിൽ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന, ഒരു ജാടയുമില്ലാത്ത, ഒരു കടുംപിടുത്തവുമില്ലാത്ത നല്ല സുഹൃത്തായിരുന്നു. മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം യെച്ചൂരിയെക്കുറിച്ചുള്ള ഓർമ്മ. പിന്നെ താങ്കൾ ചോദിച്ചതുപോലെ നിശ്ചയമായും രാജ്യസഭയിലെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും എടുത്തു നോക്കൂ. അതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളിലും എടുക്കുന്ന വളരെ ബുദ്ധിപൂർവവും തത്വാധിഷ്ഠിതവുമായ സമീപനം തന്നെയാണ്. തീർച്ചയായും ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ തന്ത്രജ്ഞനായ സീതാറാം യെച്ചൂരിയിലേക്ക് നമുക്ക് എത്താം ഇപ്പോൾ.